നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. മഴയാണ് കേട്ടോ. മഴ മുമ്പിൽ നിന്ന് വെള്ളം വീഴുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. വളരെ എളുപ്പത്തിൽ കണക്ക് ചെയ്യാനുള്ള മെത്തേഡാണ് പറയുന്നത്. വളരെ ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നന്നായിട്ട് കണക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് പാരലോഗ്രാംസ് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ്. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ഈച്ച് പാരലോഗ്രാം. അപ്പോൾ രണ്ട് പാരലലോഗ്രാം തന്നിട്ടുണ്ട്. രണ്ടും രണ്ട് മെഷറാണ്. അപ്പോൾ അതിൻ്റെ ടോപ്പ് മുതൽ ബോട്ടം വരെയുള്ള സൈഡിൻ്റെ ഡിസ്റ്റൻസും അതുപോലെ ആ പാരലോഗ്രാമിൻ്റെ ഏരിയയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ നന്നായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് 10ാം ക്ലാസ്സിൽ മാത്രമല്ല, ഇനി തുടർന്നും കണക്ക് പഠിക്കുകയാണെങ്കിൽ ഇത് വളരെ ഉപകാരപ്രദമാണ്. അതിൻ്റെ ബേസാണിത്. അപ്പോൾ നിങ്ങൾ തുടർന്ന് വീഡിയോ നന്നായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. പിക്ചറിനെ റീഡ്രാ ചെയ്തിട്ടുണ്ട്. റീഡ്രാ ചെയ്തിട്ട് നോക്കൂ, ആദ്യത്തെ പിക്ചറാണിത്. 1 നോക്കൂ, ഇവിടെ 45 എന്നാണ് ഇതിൽ കൊടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കോർണർ വച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഡോട്ടർ ലൈൻ വെച്ചൊരു സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുത്തു. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. അപ്പോഴിത് ഇവിടെ 45 ഡിഗ്രിയാണ്. ഈ 45 ഡിഗ്രി തന്നെയായിരിക്കും ഈ കോർണറിലും വരുന്നത്, അതായത് ഈ ആംഗിളിലും വരുന്നത്. ഇവിടെ എന്താണ് 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് അതിൻ്റെ റേഷ്യോ കിട്ടി. ഇതിൽ റേഷ്യോ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കണം. അതിൽ മിക്ക കുട്ടികൾക്കും അത് വളരെ കൺഫ്യൂഷനാണ്. ഇത് ഏത് ഭാഗത്താണ് ഈ റേഷ്യോ വരുന്നത് എന്നുള്ളത്. അപ്പോൾ നോക്കുക, 90 നോക്കൂ, ഇവിടെ 45 45 90 90യുടെ റേഷ്യോ ആണ് √2 എന്ന് പറയുന്നത്. 90 ഇരിക്കുന്നത് ഇവിടെയാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡിൽ √2 എഴുതുക. ഓക്കെ, നേരെ ഓപ്പോസിറ്റുള്ള സൈഡിൽ √2 എഴുതുക. അടുത്ത് 45 രണ്ടിടത്തും ഉണ്ടല്ലേ. 45ന് രണ്ടിനും ഒരേ വാല്യൂ തന്നെയാണ്. അപ്പോൾ 45ന് നേരെ ഓപ്പോസിറ്റ് 1 എഴുതുക. 45ന് നേരെ ഓപ്പോസിറ്റ് 1 എഴുതുക. ഇങ്ങനെയാണ് റേഷ്യോ എഴുതാനുള്ളത്. ഇത് മിക്കവർക്കും എങ്ങനെയാണ് അത് എഴുതേണ്ടതെന്ന് അറിയില്ല. ഇനി നമ്മൾ റേഷ്യോ വച്ചിട്ട് കൂടിയാണ് ഈ കണക്ക് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ റേഷ്യോ ഏത് ഭാഗത്താണ് ഇത് വരേണ്ടതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള കണക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞു തരാം. 1:1:√2 അല്ലേ. 1 എന്ന് പറയുന്ന 45ൻ്റെ, ഈ 1 എന്ന് പറയുന്നത് 45ൻ്റെ, ഈ √2 എന്ന് പറയുന്നത് 90 ഡിഗ്രിയുടെ. ഇത് എങ്ങനെയാണ് എഴുതുന്നത് നോക്കൂ. 90 ഡിഗ്രി ഞാൻ ആദ്യം എടുക്കുന്നു. ആ 90 ഡിഗ്രി ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡിൽ വേണം ആ മെഷർ എഴുതാനായിട്ട് അല്ലേ. 90 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡിൽ √2. അതുപോലെ 45ൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡിൽ 1. അതുപോലെ 45ൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡിൽ 1. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ റേഷ്യോ നമ്മൾ ആ ഫിഗറിൽ എഴുതേണ്ടത്. ഇനി നമുക്കതിൻ്റെ കാൽക്കുലേഷനിലേക്ക് പോകാം. നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്, ഇവിടെ പേര് കൊടുക്കാം. ABC എന്ന് കൊടുക്കാം. ഇതിൽ AC ഉണ്ടല്ലേ. AC ഉണ്ട് 2 സെൻറ്റിമീറ്റർ. AC 2 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇത് റേഷ്യോ ആണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ എഴുതിയ റേഷ്യോ ആണ്. ഇതിൻ്റെ മെഷർ ഇതിനകത്തില്ല. അപ്പോൾ ABയും കണ്ടുപിടിക്കണം, BCയും കണ്ടുപിടിക്കണം. ABയും കണ്ടുപിടിക്കണം, BCയും കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കണേ നോക്കാം. BC = അപ്പോൾ ഇവിടത്തത് കണ്ടുപിടിക്കാൻ നമ്മൾ നേരെ ഈ ഭാഗത്തുള്ള ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് പോകും. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്ന നമുക്ക് ഈ ഭാഗം BC അല്ലേ. BC കണ്ടുപിടിക്കാൻ അതിൽ കൂടി കടന്നു പോകുന്ന അടുത്ത ഭാഗം, അതെ, അടുത്ത സൈഡിലേക്ക് നമ്മൾ പോവുക അല്ലേ. അങ്ങനെയാണത് ചെയ്യേണ്ടത്. അപ്പോൾ BC കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭാഗത്തെ മെഷർ എടുത്തുകൊണ്ട് BCയുടെ അളവ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മളെ റേഷ്യോ √2 കിടപ്പുണ്ട്. നമുക്ക് ഫിഗറിൽ തന്നിരിക്കുന്ന മെഷർ 2 സെൻറ്റിമീറ്റർ എന്നും കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/√2 എന്ന രീതിയിൽ നമ്മൾ ഇതെടുക്കും. ഈ √2 എന്ന് പറയുന്നത് നമ്മുടെ 45 90 ഡിഗ്രിയുടെ റേഷ്യോയിൽ വരുന്നതാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ കണക്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ മെഷറാണ്. അപ്പോൾ ഈ 2/√2. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. 2 എന്ന് പറയുന്നത് എന്താണ്? √2 × √2. അതായത് ഒരേപോലുള്ള രണ്ട് റൂട്ട് നമ്പറുകൾ
ഗുണിക്കുമ്പോൾ അതിനകത്ത് കിടക്കുന്ന ആ സംഖ്യ നമുക്ക് കിട്ടും എന്നാണ്. എക്സാമ്പിൾ പറഞ്ഞു തരാം. എന്താണ്? √3 ഇൻറ്റു √3 ചെയ്യുകയാണെങ്കിൽ 3 കിട്ടും. അതുപോലെ √4 ഇൻറ്റു √4 ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 കിട്ടും. അതങ്ങനെയാണ് അതിൻ്റെ മെഷർ എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇവിടെ √2 എന്ന് പറയുന്നത് റേഷ്യോ ആണ്. 2 എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യനിലെ മെഷറാണ്. അപ്പോൾ 2/√2 എന്ന് പറയുന്നത് √2 ഇൻറ്റു √2 ഡിവൈഡഡ് ബൈ √2 ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു. ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചാൽ ഈ കണക്ക്, ഈ ചാപ്റ്റർ മൊത്തം മനസ്സിലായെന്നാണ് നിങ്ങൾക്ക് അനുമാനിക്കേണ്ടത്. ഇത്രയുമാണ് ഇതിൻ്റെ കോറായിട്ടുള്ള ഭാഗം. ഈ കാര്യം നന്നായി മനസ്സിലാക്കി വയ്ക്കുക. ഈ ചാപ്റ്റർ എല്ലാ കണക്കും നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ വെട്ടി ചെയ്യാം. √2 പോയി. ബാലൻസ് എത്ര കിട്ടി? √2 കിട്ടി. അപ്പോൾ ഇവിടുത്തെ മെഷർ കിട്ടിക്കഴിഞ്ഞു √2. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത് കാണേണ്ടത് AB ആണ്. AB അല്ലേ? AB ആണ്. AB കാണുമ്പോൾ വീണ്ടും ഇത് തന്നെയാണ് എടുക്കേണ്ടത്. AB ആയിട്ട് ടച്ച് ചെയ്ത് കിടക്കുന്നത് ഈ സൈഡ് തന്നെയാണ്. അടുത്ത അതേ മെഷർ തന്നെയാണ് നമ്മൾ ഏതിനും എടുക്കേണ്ടത്? AB എന്ന് പറയുന്ന സൈഡിലെ മെഷർ കാണാൻ വേണ്ടി എടുക്കേണ്ടത്. അപ്പോഴവിടെയും ഇങ്ങനെ തന്നെയാണ് 2/√2. 2/√2 എന്താണ്? 2/√2 ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു √2 ഡിവൈഡ് ബൈ √2. ഓക്കെ, √2 വെട്ടിപ്പോയി, √2 കിട്ടും. അപ്പോൾ ഇവിടുത്തെ മെഷർ എന്ത് തന്നെയാണ്? √2. ഇവിടുത്തെ മെഷറും √2 ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേഷൻ നന്നായിട്ട് മനസ്സിലായോ? മനസ്സിലാകാത്തവർ ഒന്നുകൂടി വീഡിയോ ഒന്നുകൂടി കാണാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് ടു ബോട്ടം കിട്ടി. ടോപ്പ് ടു ബോട്ടം BC. ഓക്കെ, ഏതാണ്? √2. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഏരിയ കൂടി കാണണം അല്ലേ? ഏരിയ ഓഫ് പാരലലോഗ്രാം ഹൈറ്റ് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ? ഇവിടുത്തെ ഹൈറ്റ് ഏതാണ്? √2 ഇൻറ്റു ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബ്രെഡ്ത്ത് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്റർ. ഇപ്പോൾ √2 ഇൻറ്റു 4 √2 ഏരിയ ആണല്ലേ? ഏരിയയുടെ മെഷർ കൊടുക്കുക. എന്താണ്? സ്ക്വയർ സെൻറ്റിമീറ്റർ. മെഷർ ആദ്യം എഴുതാം. 60ക്ക് ഓപ്പോസിറ്റ് √3, 90ക്ക് ഓപ്പോസിറ്റ് 2, 30ക്ക് ഓപ്പോസിറ്റ് 1. അപ്പോൾ നമുക്കിവിടെ DE ആണ് കാണേണ്ടത്. DE ആണ് ഹൈറ്റ് അല്ലേ? DE കാണണം. DE കാണുമ്പോൾ എന്താണ്? തൊട്ടടുത്തുള്ള സൈഡിലേക്ക് പിടിക്കുക. 2 എങ്ങനെ കിട്ടുന്നത്? 2 എത്രയുണ്ട്? 1 കിട്ടും. 1 ഇൻറ്റു √3. 1 ഇൻറ്റു √3 എന്താണ് ഇവിടെ? DE എടുക്കുക. ഇവിടുത്തെ മെഷറാണ് കണ്ടുപിടിക്കാനുള്ളത്. അതിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ? DA, അതായത് അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന സൈഡ് എടുക്കുക. 2/2. 2/2 എന്ന് പറയുന്നത് 1 ആണ്. 1 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ √3 സെൻറ്റിമീറ്റർ. ഓക്കെ, അടുത്ത് AE ആണ്. AE എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 2/2. A എന്ന് പറയുന്നത് 2/2 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടി. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് ടു ബോട്ടം എത്രയാണ്? √3. ഇനി ഏരിയ അല്ലേ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് ടു ബോട്ടം കിട്ടി √3. ഏരിയ ഓഫ് പാരലലോഗ്രാം ഹൈറ്റ് ഇൻറ്റു ബ്രെഡ്ത്ത്. ഹൈറ്റ് എത്രയാണ്? √3 ഇൻറ്റു ബ്രെഡ്ത്ത് 4. ദാറ്റ് ഈസ് 4√3 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇവിടെ ഒരു സംശയം വന്നിട്ടുണ്ടാവും, എന്തിന് ഈ 1 കൊണ്ട് ഗുണിച്ചു? ഇവിടെയും 1 കൊണ്ട് ഗുണിക്കണം. ഞാനത് ചെയ്യാതെ പോയതാണ്. നോക്കൂ, ഇവിടെ BC എല്ലായിടത്തും റേഷ്യോ കൊണ്ട് ഗുണിക്കണം കേട്ടോ. അതായത് ഇവിടെ BC കണ്ടുപിടിച്ചു. BC കണ്ടുപിടിച്ചപ്പോൾ എത്ര കിട്ടി? √2 കിട്ടി. ഈ √2നെ നമ്മൾ വീണ്ടും ഈ 1 കൊണ്ട് ഇവിടെ ഗുണിക്കും. അത് ഞാൻ ചെയ്യാതെ പോയതാണ്. ഇവിടെ 1 കൊണ്ട് ഗുണിക്കും. ഗുണിക്കുമ്പോൾ വീണ്ടും എന്ത് തന്നെ കിട്ടും? √2
കിട്ടും. ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. സ്കൂളിൽ പറഞ്ഞു തരുമോ അറിയില്ല. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ കാണുന്നവർക്ക് നന്നായിട്ട് ഈ കണക്ക് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ്. ഇവിടെയും ഇവിടെ മെഷറുണ്ട്, ഒന്നുണ്ട്, നമ്മുടെ റേഷ്യോയുടെ 1. ആ റേഷ്യോയുടെ 1 ഇവിടെയും നമ്മൾ എന്ത് ചെയ്യും? ഗുണിക്കും. അത് ചെയ്യുമ്പോൾ വീണ്ടും എന്ത് തന്നെ കിട്ടാം? ആ √2 തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതെ പോയത്. അത് ഗുണിക്കണം. അത് ഗുണിച്ച് തന്നെയാണ് അവിടുത്തെ മെഷർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് 1 കൊണ്ട് ഗുണിക്കുമ്പോൾ അത് തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയാതെ പോയത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രിഗണോമെട്രിയുടെ ബേസാണ്. ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. 10ാം ക്ലാസ്സിൽ മാത്രമല്ല, +1, +2 പിന്നെ തുടർന്നുള്ള ഹയർ സ്റ്റഡീസിനും വളരെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഇതൊന്ന് നോക്കി കണ്ടിട്ട് എന്ത് ചെയ്യുക? നിങ്ങളെ കണക്കുകൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു.